ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ആദ്യം നോക്കുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ പഠിച്ചതാണ്. ആദ്യം തന്നെ അതാ പഠിച്ചത്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ. ഓക്കെ, അപ്പോൾ രണ്ടും മാറരുത്. ഇത് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് ആണ്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നമ്മൾ രണ്ട് വെക്റ്ററുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഓക്കെ, രണ്ട് വെക്റ്ററുകൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡറിൽ അവയുടെ സമ്മായിരിക്കും എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ പഠിച്ചിരുന്നു. ഇതെന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പിക്ചർ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ O എന്നുള്ള പോയിന്റിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ F1, F2, F3 എന്നുള്ള 3 ഫോഴ്സാണ്. ഞാൻ അടുത്ത പിക്ചറിൽ നോക്കിക്കോളൂ. ഈ F1 എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വരച്ചു F1. ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് F2 വരച്ചു, അതായത് അതേ ഓർഡറിൽ. ഓക്കെ, ഇതിൻ്റെ ഹെഡിൽ നിന്ന് മറ്റേൻ്റെ ടെയിൽ വരച്ചു, അതായത് F1, F2 ആയി. അതായത് അതേ ചെരുവിൽ തന്നെയാണ് ഇങ്ങോട്ടിട്ട് വരയ്ക്കുന്നത്, അത് നോക്കണം. ഇനി അടുത്ത് നോക്കിക്കോളൂ, അതന്നെ F3 വരച്ചു, താഴേക്കല്ല F3, അതായത് F2 നിന്ന് F3 വരച്ചു. ഇപ്പോൾ നോക്കിക്കേ, F1, F2, F3 ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ. ആ ട്രയാങ്കിൾ എങ്ങനെയാണ്, ട്രയാങ്കിളിന് അടയാളപ്പെടുത്തിയിട്ട് ഫോഴ്സുകൾ നോക്കിക്കേ, ഒരേ ഓർഡറിലാണ്. ആരോ മാർക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിൻ്റെ ഹെഡിന്ന് മറ്റേൻ്റെ ടൈല്, പിന്നെ മറ്റേൻ്റെ ഹെഡിന്ന് മറ്റേൻ്റെ ടൈല്. F1, F2, F3 ആർ ഇൻ സെയിം ഓർഡർ. ഇനി അതിൻ്റെ ഡെഫിനേഷനാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കാം. 3 ഫോഴ്സുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ O എന്നുള്ള പോയിന്റിലാണ് 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ആ 3 ഫോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിളായിട്ട് ഒരേ ഓർഡറിൽ ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരേ ഓർഡറിൽ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുമെങ്കിൽ ആ ഫോഴ്സസ് എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഫോഴ്സസ് എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലനാവസ്ഥ, അതായത് മാറ്റം വരാതെ ആ പോയിൻ്റ് അവിടെ തന്നെ ഇരുന്നോളൂ, O എന്നുള്ള പോയിൻ്റ്. ഓക്കെ, അതാണ് എന്ത് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പിക്ചർ നോക്കിയാൽ തന്നെ അറിയുണ്ടാവും, മനസ്സിലാവും പെട്ടെന്ന്. O എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സിൻ്റെ ഫലമായി O എന്നുള്ള പോയിന്റിന് ഒരു മാറ്റം വരില്ല. കാരണം എന്താണ്, F1, F2ൻ്റെ റിസൾട്ടൻറ്റിന് എതിരായിട്ടാണ് F3. അത് കൂടുതൽ ചിന്തിക്കേണ്ട, അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനും പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ഒരേ ഓർഡറിൽ 3 ഫോൾസ് ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 3 ഫോൾസുകൾ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിൽ നോക്കാം. ഇഫ് 3 ഫോൾസസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി, അതായത് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 3 ഫോൾസുകളെ റെപ്രസെൻറ്റഡ് ബൈ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം, 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, 3 സൈഡുകൾ ഒരു ട്രയാങ്കിളിൻ്റെ. എങ്ങനെ, ഇൻ സെയിം ഓർഡർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഓർഡറിൽ തന്നെ ആവണം, ഒന്നിൻ്റെ പുറകെ ഒന്നൊന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ദെൻ ദി ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇഫ് 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി represented by 3 sides of a triangle in same order, then the forces will be in equilibrium. That is known as triangle law of forces. Okay, then next one, Lami's theorem. Okay, എന്താണ് Lami's theorem. അപ്പോൾ ഇവിടെ എന്തെന്നാണ്, 3 ഫോൾസ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 3 ഫോൾസ് ഏതൊക്കെയാണ്, PQR ആക്ട് ചെയ്യുന്ന ഒരേ പോയിന്റിലാണ്. PQ ആൻഡ് RR ആക്ടിങ് അറ്റ് എ സെയിം പോയിന്റ്. പിക്ചറാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, പിന്നെ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ Pയും Qയും Rഉം ഒരേ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നു. P എടുക്കുന്ന സമയത്ത് മറ്റ് 2 ഫോൾസ് ഏതൊക്കെയാണ്, Qയും Rഉമാണ്. അവയ്ക്കിടയിലുള്ള ആംഗിളാണ് ഏത്, A. ശ്രദ്ധിക്കണം, Qൻ്റെയും Rൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് എന്ത്, A. ഇനി Q നോക്കുമ്പോൾ മറ്റ് 2 ഫോൾസ് ഏതാണ്, Pയും Rഉമാണ്. അതിനിടയിലുള്ള ആംഗിളാണ് ഏത്, B. ഇനി R എടുക്കുമ്പോൾ മറ്റ് 2 ഫോൾസുകളാണ് Pയും Qയും. അതിനിടയിലുള്ള ആംഗിളാണ് ഏത്, C. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 3 ഫോൾസ് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവുകയും വേണം. ആദ്യം തന്നെ കണ്ടീഷൻ അതാണ്. 3 ഫോൾസുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും ആ ഫോൾസുകൾ എന്തിലാവും വേണം? ഇക്വിലിബ്രിയത്തിൽ. അതായത് ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവണം. അതായത് ആ പോയിന്റിന് ഈ ഫോൾസിൻ്റെ ഫലമായി യാതൊരു മാറ്റവും ഉണ്ടാവരുത്. അപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 3 ഫോൾസുകൾ ആക്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിലും ആ പോയിന്റ് എന്തിലും ആവും വേണം? ഇക്വിലിബ്രിയത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫോൾസും ഇവിടെ 3 ഫോൾസാണുള്ളത്. ഏതൊക്കെയാണ്? പി, ക്യു, ആർ. ഓരോ ഫോൾസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോൾസസ്. ഇപ്പോൾ സൈൻ, കോസ്, ടാൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ആ സൈനാണ് കേട്ടോ. സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോൾസസ്. അതായത് പി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ്? പി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ക്യൂ ആൻഡ് ആർ. ക്യൂവിൻ്റെയും ആറിന്, അതായത് മറ്റ് 2 ഫോൾസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണ്? എ ആണ്. അതായത് പി എടുക്കുമ്പോൾ മറ്റ് 2 ഫോൾസുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ഏതാണ്? എ. അപ്പോൾ പി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പി പ്രൊപ്പോർഷണൽ ടു സൈൻ എ. അതാണ് ആ തിയറം പറയുന്നത്. ഡെഫിനേഷൻ ഞാൻ പിന്നെ ഒന്നുകൂടി പറയാം. അപ്പോൾ ക്യൂ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ക്യൂ പ്രൊപ്പോർഷണൽ ടു മറ്റ് 2 ഫോൾസുകൾക്ക് ഇടയിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂവിന്. അപ്പോൾ ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ബി. ദെൻ ആർ പ്രൊപ്പോർഷണൽ ടു എന്തെഴുതാം? സൈൻ സി. ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ സി. ദാറ്റ് ഈസ് നോൺ ആസ് ലാമീസ് തിയറം. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇഫ് 3 ഫോൾസസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് കീപ്പ് ദ പോയിന്റ് ഇൻ ഇക്വിലിബ്രിയം. If 3 forces acting at a point keep the point in equilibrium. എന്താണ്? 3 ഫോൾസുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും ആ പോയിന്റ് എന്തിലാവുകയും ചെയ്യണം? ഇക്വിലിബ്രിയത്തിലാവുകയും ചെയ്താൽ then each force is, ഓരോ ഫോൾസും directly proportional to the sine of the angle. അപ്പോൾ സൈൻ എഴുതുമ്പോൾ SIN എന്ന് കംപ്ലീറ്റ് ഉണ്ടാവും. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ SIN ഉണ്ടാവുള്ളൂ. പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഏതിനാണ്? ബിറ്റ്വീൻ ദ അതർ 2 ഫോൾസസ്. മറ്റ് 2 ഫോൾസുകൾക്കിടയിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ്. അപ്പോൾ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പി പ്രൊപ്പോർഷണൽ ടു സൈൻ എ, ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ബി, ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ സി. ഇനി അടുത്തിവിടെ നോക്കിക്കോളൂ. ഇഫ് എ പ്രൊപ്പോർഷണൽ ടു ബി അല്ലെങ്കിൽ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. എക്സ് വൈക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് വിചാരിക്കാം. അതായത് എക്സിന് മാറ്റം വരുമ്പോൾ വൈക്ക് അതിനനുസരിച്ചുള്ള മാറ്റം വരും. അതാണ് എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. അപ്പോൾ എക്സ് ബൈ വൈ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ ആണെങ്കിൽ അപ്പോൾ എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു, അല്ലെങ്കിൽ വൈ കൂടുമ്പോൾ എക്സ് കൂടുന്നു. എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ എ പ്രൊപ്പോർഷണൽ ടു ബി ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ സ്ഥിരമായിരിക്കുന്നു, മാറ്റം വരില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, പി പ്രൊപ്പോർഷണൽ സൈൻ എ എന്നാണ് എഴുതി നമ്മൾ, അല്ലേ? പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യൂ പ്രൊപ്പോർഷണൽ സൈൻ ബി, ആർ പ്രൊപ്പോർഷണൽ സൈൻ സി. അപ്പോൾ ഒന്ന് മറ്റൊന്നിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പി ബൈ സൈൻ എ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യൂ ബൈ സൈൻ ബി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആർ ബൈ സൈൻ സി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 3 എന്തായിരിക്കും? പരസ്പരം ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഇക്വേഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ സൈൻ എ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബി ഈക്വൽ ടു ആർ ബൈ സൈൻ സി. then p by sin a equal to q by sin b equal to r by sin c. അതാണെന്ത്? ലാമീസ് തിയറം എന്ന് പറയുന്നത്. if 3 forces acting at a point keep the point in equilibrium, then each force is directly proportional to the sine of the angle between the other 2 forces. ദാറ്റ് ഈസ് പി പ്രൊപ്പോർഷണൽ ടു സൈൻ എ. അതായത് പിക്ചർ ഇങ്ങനെ തന്നെ വരയ്ക്കുമ്പോഴാണ് പി പ്രൊപ്പോർഷണൽ ടു സൈൻ എന്ന് വരുന്നത്. നിങ്ങൾ എക്ക് പകരം എൻ്റെ സ്ഥാനത്ത് ബി ആണ് എഴുതുന്നതെങ്കിൽ പി പ്രൊപ്പോർഷണൽ ടു എന്ത് എഴുതിയാൽ മതി? സൈൻ ബി എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ എ ബി സി തന്നെ എഴുതണമെന്നില്ല, വേറെ എക്സ് വൈ സെഡ് എഴുതാം. അങ്ങനെ ഏത് ടേമുമാണ്, ഓർഡർ മാറിച്ചിട്ടൊന്നും തെറ്റില്ല. പക്ഷേ എഴുതുമ്പോൾ ആ
പിക്ചറിനനുസരിച്ചായിരിക്കണം എന്ത് പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, P proportional to sin A, Q proportional to sin B and R proportional to sin C, or P by sin A equal to Q by sin B equal to R by sin C. അതാണ് എന്ത് ലാമീസ് തിയറം. അപ്പോൾ ആദ്യം നോക്കി, രണ്ട് കേസിൽ നമ്മൾ എന്താണ് 3 ഫോൾസുകളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒന്നും കൂടി നോക്കാം. ട്രയാങ്കിൾ ഓഫ് ഫോൾസസ് ആണ്. ഇവിടെ എന്താ കണ്ടീഷൻ? 3 ഫോൾസുകൾ എവിടെ തന്നെ ആക്ട് ചെയ്യണം? ഒരേ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യണം. ആ 3 ഫോൾസുകളെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതാണ് കണ്ടീഷൻ. ഓക്കെ, 3 ഫോൾസുകളുണ്ട്. ആ 3 ഫോൾസുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? ഒരേ ഓർഡറിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരേ ഓർഡറിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് ആ ഒരു ട്രയാങ്കിളായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ദെൻ ദ ഫോൾസസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ആ ഫോൾസസ് എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. If 3 forces acting at a point can be represented by 3 sides of a triangle in same order, then the forces will be in equilibrium. അങ്ങനെയാണെങ്കിൽ ആ ഫോൾസസ് എന്തിലായിരിക്കും എന്നാണ് പറയുന്നത്? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ഓഫ് ഫോൾസസ്. ഞാൻ വീണ്ടും പറയാം, ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷനും ട്രയാങ്കിൾ ഓഫ് ഫോൾസസും മാറരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലാമീസ് തിയറം. ഇവിടെ എന്തുതന്നെയാണ്? 3 ഫോൾസ് തന്നെയാണ്. പക്ഷേ ആദ്യം തന്നെ കണ്ടീഷൻ എന്താണ്? ആക്ടിങ് അറ്റ് എ പോയിൻ്റ് ആണ്. ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും ആ പോയിന്റ് എന്തിലാവും വേണം? ഇക്വിലിബ്രിയത്തിലാവും വേണം. ഓക്കെ, ഇഫ് 3 ഫോൾസസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് കീപ് ദ പോയിന്റ് ഇൻ ഇക്വിലിബ്രിയം, ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ ഈച്ച് ഫോൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോൾസസ്. അതായത് 3 ഫോൾസുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയും ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവുകയും ചെയ്താൽ ഓരോ ഫോൾസും മറ്റ് 2 ഫോൾസുകൾക്കിടയിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചറിൽ 3 ഫോൾസ് എടുത്തത് പി ക്യു ആറും ആംഗിൾസ് എ ബി സിയുമാണ്. അപ്പോൾ പി നോക്കുമ്പോൾ മറ്റ് 2 ഫോൾസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണ്? എ. അതുകൊണ്ട് പി പ്രൊപ്പോർഷണൽ ടു സൈൻ എ ആൻഡ് ക്യു പ്രൊപ്പോർഷണൽ ടു സൈൻ ബി ആൻഡ് ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ സി. അപ്പോൾ നമുക്ക് എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ ആണെങ്കിൽ എക്സ് ബൈ വൈ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഒന്ന് മറ്റൊന്നിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു സൈൻ എ ആയതുകൊണ്ട് പി ബൈ സൈൻ എ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യൂ പ്രൊപ്പോർഷണൽ ടു സൈൻ ബി ആയതുകൊണ്ട് ക്യൂ ബൈ സൈൻ ബി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആർ പ്രൊപ്പോർഷണൽ സൈൻ സി ആയതുകൊണ്ട് ആർ ബൈ സൈൻ സി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആയില്ലേ? അപ്പോൾ 3 എന്തായിട്ട് എഴുതാം? ഈക്വലായിട്ട് എഴുതാം. അതാണ് നമ്മൾ ഫൈനലായിട്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് പി ബൈ സൈൻ എ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബി ഈക്വൽ ടു ആർ ബൈ സൈൻ സി. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ലാമീസ് തിയറം. ഓക്കെ, then okay, thank you.